എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇച്ചിഗോയെ കാണേണ്ട താമസം ആ ജിമ്മൻ മോൺസ്റ്ററും അവൻ്റെ കൂടെയുള്ളവരും അവർ രണ്ടുപേരും ഇച്ചിഗോയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഫൈറ്റ് ഒരു ഘട്ടം എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരന്വേഷിച്ചു വന്ന ആ പ്രൈം സസ്പെക്ട് ഇച്ചിഗോ അത് ഇവൻ തന്നെയാണ്. അവരാണെങ്കിൽ ഉടനെ ആ കാര്യം അവരുടെ അതോറിറ്റി അറിയിക്കുകയാണ്. അതോറിറ്റിയിൽ നിന്ന് പെർമിഷൻ കിട്ടിയ അടുത്ത നിമിഷം തന്നെ ആ ജിമ്മൻ മോൺസ്റ്റർ അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യും. ആ ജിമ്മൻ മോൺസ്റ്റർ ആണെങ്കിൽ കൈ ചുരുട്ടി ഇച്ചിഗോയെ ഞെട്ടിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇച്ചിഗോ അവൻ ഹീറോ ആണ്. അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് ആ കൈ എങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അതിനുശേഷം ആ ജിമ്മൻ മോൺസ്റ്ററോട് ചോദിക്കും, നീയാണോ എന്റെ ഫ്രണ്ട്സിനെ അറ്റാക്ക് ചെയ്തേ? അതിനവനാണെങ്കിൽ ടെററായിട്ട് ഹീറോയെ നോക്കി ചിരിക്കും. അത് കണ്ട് കൺട്രോൾ പോയ ഹീറോ ആണെങ്കിൽ അച്ചരം പൊച്ചറം അവനെ പിടിച്ചു വലിച്ച് ഞെട്ടിക്കും. സമ്പത്ത് ഉപയോഗിച്ച് അവന്റെ ഒരു കൈ അത് അങ്ങനെ തന്നെ വെട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയാണ്. കൈ നഷ്ടപ്പെട്ട ആ ജിമ്മൻ മോൺസ്റ്റർ അതാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അപ്പോഴും ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യാതെ അവനെ പിടിച്ചു വലിച്ച് അച്ചരം വെട്ടും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ സെക്കൻഡ് മോൺസ്റ്റർ അവനാണെങ്കിൽ ഐസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഹീറോയെ തന്നെ നോക്കുകയാണ്. ഐസൻ പറഞ്ഞതുപോലെ ഇവൻ ഭയങ്കര പവർഫുൾ ആണ്, അത്ര ഈസി ആയിട്ടൊന്നും ഇവനെ തോൽപ്പിക്കാനാവില്ല. പക്ഷേ എനിക്ക് എന്റെ ഫ്രണ്ടിനെ അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ഓടി വരും. അത് കണ്ട ജിമ്മൻ മോൺസ്റ്റർ ഇപ്പൊ ആ മോൺസ്റ്ററിനെ തടയും. ഇത് ഞാനും ഇവനും തമ്മിലുള്ള ഫൈറ്റ് ആണ്, ഇതില് നീ ഇടപെടാനായിട്ട് പാടില്ല. ഇവൻ എന്റെ കൈ വെട്ടിയെടുത്തു, എനിക്കതിന് പകരം ചോദിക്കണം എന്ന് പറഞ്ഞ് ജിമ്മൻ മോൺസ്റ്റർ ആണെങ്കിൽ ആളുടെ സമ്പത്തു അതങ്ങനെ വലിച്ചോരി എടുക്കുകയാണ്. അവന്റെ സമ്പത്തു അത് കാണേണ്ട താമസം ഹീറോ അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അവൻ ആ സമ്പത്തുവിലേക്ക് തന്നെ നോക്കും. ഇവരെ കൊണ്ട് എങ്ങനെ സമ്പത്തു അത് യൂസ് ചെയ്യാൻ കഴിയുന്നു ചിന്തിച്ച് അവൻ സാഞ്ചി പറഞ്ഞ കാര്യവും അവന്റെ ബോഡിയിലുള്ള ഹോലോ അത് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ആലോചിക്കുകയാണ്. അടുത്ത നിമിഷം ഹീറോയുടെ ബോഡിയിലുള്ള ഹോലോ അതാണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഹീറോ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരാൻ ശ്രമിക്കും. ആ ഗ്യാപ്പിൽ ആ ജിമ്മൻ മോൺസ്റ്റർ അതാണെങ്കിൽ കൈ ചുരുട്ടി അവന്റെ മുഖത്ത് ഞെട്ടിക്കും. ആ ഒരു ഇടിയിൽ അവൻ തെറിച്ചു പോയി താഴെ വീഴും. പക്ഷെ ഇച്ചിഗോ ആണെങ്കിൽ അപ്പോഴും അവന്റെ ഹോലോയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഹോലോ പവറിനാണെങ്കിൽ ഇച്ചിഗോയെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്ത് ജിമ്മൻ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഹീറോ ആണെങ്കിൽ അതിന് സമ്മതിക്കാതെ അവന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ ആ ജിമ്മൻ മോൺസ്റ്റർ അവൻ ഹീറോയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അത് കണ്ട ഒറിയബ അവളാണെങ്കിൽ ഹീറോയുടെ പേര് വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. എങ്ങനെയെങ്കിലും ഹീറോയെ പ്രൊട്ടക്ട് ചെയ്യണം, അവനെ ഹീൽ ചെയ്യണം. അതുമാത്രമാണ് ഇപ്പൊ അവളുടെ ലക്ഷ്യം. അവളങ്ങനെ ക്ലോസ് എത്തേണ്ട താമസം ആ ഒരു ജിമ്മൻ മോൺസ്റ്റർ അവളെയും അടിച്ചു തെറിപ്പിക്കും. ഹീറോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ആ നിമിഷം വീണ്ടും ആ ജിമ്മൻ മോൺസ്റ്റർ ഹീറോയെ അച്ചരം പൊച്ചറ അടിക്കും. ഹീറോയുടെ ബോഡിയിൽ നിന്ന് ഇപ്പൊ പതിയെ ഒരു ഹോലോ പവർ അത് പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. അത് സെൻസ് ചെയ്ത ആ സെക്കൻഡ് മോൺസ്റ്റർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി ഹീറോയെ തന്നെ നോക്കും. ഹീറോ സത്യത്തിൽ ആരാണെന്ന് അവനിപ്പോ മനസ്സിലാവില്ല. മിനിറ്റുകൾ കഴിയും തോറും ഹോലോ പവർ അതിപ്പോ പൂർണ്ണമായിട്ട് ഹീറോയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ പവർ അതങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടെങ്കിലും അവൻ തിരികെ ആ ജിമ്മൻ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യില്ല. ഗ്യാപ്പിൽ ജിമ്മൻ മോൺസ്റ്റർ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാതെ ഹീറോയെ പുറഞ്ച അടിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ഹീറോയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉരഹറയും കാറ്റ് ലേഡിയും അവർ രണ്ടുപേരും അവിടേക്ക് വന്ന് ആ ജിമ്മൻ മോൺസ്റ്ററിന്റെ അറ്റാക്കിൽ നിന്ന് ഹീറോയെ പ്രൊട്ടക്ട് ചെയ്യാണ്. അതിൽ കലിയിളകിയ ജിമ്മൻ മോൺസ്റ്റർ അവനാണെങ്കിൽ ഇപ്പൊ ഉരഹറയ്ക്ക് നേരെ തിരിയും. മറ്റൊരു ഭാഗത്ത് ആ ഒരു സെക്കൻഡ് മോൺസ്റ്റർ അവന് തന്റെ സംശയങ്ങളെല്ലാം മടങ്ങാവാണ്. കാരണം മറ്റൊന്നുമല്ല, വെറും ഹ്യൂമൻ ബീയിങ്സിനെ കൊണ്ട് എങ്ങനെ ഇതുപോലെ പവർ റിലീസ് ചെയ്യാൻ കഴിയുന്നുവെന്ന് അവന് മനസ്സിലാവില്ല. അടുത്ത നിമിഷം നമ്മുടെ കാറ്റ് ലേഡി അവളാണെങ്കിൽ ആ ഒരു ജിമ്മൻ മോൺസ്റ്ററിനെ അവനെ കാലെ പിടിച്ച് നിലത്തൊരൊറ്റ അടി. അതിൽ കലിയിളകിയ മോൺസ്റ്റർ അവൻ വീണ്ടും ചാടി എഴുന്നേറ്റ് നമ്മുടെ ആൾക്കാരെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. കൺട്രോൾ പോയ ലേഡി അവൾ അങ്ങനെ ചാടി അവന്റെ തലയിലിരുന്ന് രണ്ട് കൈയും ചുരുട്ടി അവന്റെ തലയ്ക്കൊരൊറ്റ അടി. ആ ഒരു അടിയിൽ അവന്റെ ഫ്യൂസ് പോയി അവൻ താഴേക്ക് വീഴുകയാണ്. ഇച്ചിഗോയും ആണെങ്കിൽ ആ ഒരു കാഴ്ച അതങ്ങനെ ഷോക്കായിട്ട് കാണും. ഇവൾക്ക് സത്യത്തില് ഇത്രയും പവറൊക്കെ ഉണ്ടോ? ആ ജിമ്മൻ മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് അവന്റെ ഈവിൾ പവർ അതങ്ങനെ അവർക്ക് നേരെ റിലീസ് ചെയ്യും. ആ പവർ ആണെങ്കിൽ വമ്പ ഫോഴ്സിൽ നമ്മുടെ കാറ്റ് ലേഡിയുടെയും ഉറഹറയുടെയും ദേഹത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മോൺസ്റ്ററിന് ഭയങ്കര സന്തോഷം. അവൻ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അങ്ങനെ തുള്ളിച്ചാടും. പക്ഷെ അല്പസമയം കഴിയുമ്പോഴായിരിക്കും അവന്റെ പവറിൽ നമ്മുടെ ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ള സത്യം അതവൻ മനസ്സിലാക്കുക. അവനാണെങ്കിൽ വലിയൊരു ഞെട്ടലോടെയും ചെറിയൊരു ചമ്മലോടും കൂടെ നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കും. ഉറഹറയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആളുടെ സമ്പത്ത് ഉപയോഗിച്ച് അവിടെ വലിയൊരു വില്ലന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം അവൻ അവർക്ക് നേരെ അയച്ച പവർ അതിനെ ഡൈവേർട്ട് ചെയ്ത് ആ
മോൺസ്റ്റേഴ്സിന് നേരെ അയക്കുകയാണ്. കാര്യം വഷളാവെന്ന് മനസ്സിലാക്കിയ ആ സെക്കൻഡ് മോൺസ്റ്റർ അതാണെങ്കിൽ ഇമ്മൻ മോൺസ്റ്ററിന്റെ പവർ അത് മുഴുവനായിട്ടും തകർത്തില്ലാതാക്കും. ഉറഹറയ്ക്കാണെങ്കിൽ അത് കണ്ട് വല്ലാത്തൊരു അത്ഭുതം തോന്നും. കാരണം അവന്റെ ഇത്രയും വലിയ പവറിനെ ചെറുക്കാൻ അത്ര എളുപ്പത്തിൽ ആർക്ക് സാധ്യമല്ല. അതിനെ ഇവൻ ചെറുത്തു നിന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവന്റെ പവർ അത് കൂടുതലാണ്. ഉടനെ ആ സെക്കൻഡ് മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ മുൻപോട്ടേക്ക് വന്ന് ഉറഹറയോട് പറയും, ഞങ്ങളുടെ ലക്ഷ്യം അതൊന്നു മാത്രമാണ്, ഇച്ചിഗോയുടെ പവർ എത്രത്തോളം ആണെന്ന് കണ്ടെത്തുക, അവന്റെ ബോഡിയിലെ ഈവിൾ പവറിനെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക, ഇതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അത് ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഹോളോ വേൾഡിലേക്ക് പോകാനുള്ള ഹോട്ടല് അത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അതിലൂടെ രക്ഷപ്പെടാനായി തുടങ്ങുകയാണ്. കാറ്റ്ലേഡി ആണെങ്കിൽ അവനെ വെല്ലുവിളിക്കും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഫൈറ്റ് ചെയ്ത് ഇവിടുന്ന് കടന്നു പോകും. പക്ഷെ അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒന്നും നിൽക്കാതെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ജിമ്മൻ വില്ലൻ അവനുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ ഒരുപാട് പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അവന്റെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ വിഷമവും കൺഫ്യൂഷൻസ് ഒക്കെ ഇപ്പോൾ ഉള്ളത്. അവന്റെ ഈവിൾ പവർ അതിപ്പോ പതിയെ പതിയെ അവനെ അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെ പോവുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവൻ അബ്സോർബ് ചെയ്തെടുക്കും. ഹീറോ ആണെങ്കിൽ തീരുമാനിക്കും, എന്ത് വില കൊടുത്തും എന്റെ ബോഡിയിലെ ഹോളോ പവറിനെ അതിനെ നിയന്ത്രിച്ചേ പറ്റൂ. അതിനെന്നെ സഹായിക്കാൻ പറ്റുക ആ വെള്ളം മുടിയൻ സാഞ്ചിക്ക് മാത്രമാണ്. സോ ഞാൻ അവന്റെ ടീമിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ 5 ദിവസം കഴിഞ്ഞ് ഹീറോ ആണെങ്കിൽ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ഒറിഹിബയെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന ഫൈറ്റില് അവൾക്കും ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. ആണെങ്കിൽ അവളോട് മാപ്പ് പറയും. അതിനവളാണെങ്കിൽ അവന്റെ തലയ്ക്ക് തട്ടി അവിടുന്ന് കടന്നു പോവാണ്. അല്പസമയം കഴിയുമ്പോൾ റാഞ്ചിയുടെ കൂടെ സോൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസ് അവരെല്ലാവരും സ്കൂൾ യൂണിഫോം ഇട്ട് ഇച്ചിഗോയുടെ അടുത്തേക്ക് വരും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഉടനെ റാഞ്ചി ഇപ്പോ ഇച്ചിഗോയോട് കാര്യങ്ങൾ പറയാണ്. ഈ ഹ്യൂമൻ വേൾഡിലേക്ക് ഹോളോവേഴ്സിന്റെ വലിയൊരു യുദ്ധം അത് വരാൻ വേണ്ടി പോവുകയാണ്. അത് തടയാനും സോൾ സൊസൈറ്റിയെയും ഹ്യൂമൻസിനെയും പ്രൊട്ടക്ട് ചെയ്യാനുമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഹീറോ ആണെങ്കിൽ റാഞ്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ അവന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് റുഖിയ അവളാണെങ്കിൽ ഹീറോയെ നോക്കി ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അവളെ കണ്ട് ഹീറോ അങ്ങനെ ചിരിക്കുന്നതോട് കൂടെ അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.